യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-18 വചനം വായിക്കാം. യോഹന്നാൻ 5:17-18. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ ശാപത്തിൽ ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്നെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഈശോയുടെ അഭിസംബോധന എൻ്റെ പിതാവേ, ഇത് ഈശോയുടെ പിതാവായ ദൈവത്തോടുള്ള ഗാഢമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ 1:18. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 10:30. യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 17:21. യോഹന്നാൻ 17:21. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതുപോലെയുള്ള ഒരു ആഴമായ ഒരു ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. ഗലാത്യർ 4:6. ഗലാത്യർ 4:6. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. റോമ 8:15. റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. എസെക്കിയേൽ 46:16-17. എസെക്കിയേൽ 46:16-17. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രാജാവ് തന്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തന്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അവൻ്റെതായിരിക്കും, അത് അവന് പൈതൃക സ്വത്തായിരിക്കും. വെളിപാട് 21:7. വെളിപാട് 21:7. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹെബ്രായർ 1:5. ഹെബ്രായർ 1:5. ഏത് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് ഹെഡിങ്. ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? ജെറമിയ 3:19. ജെറമിയ 3:19. എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. 2 സാമുവേൽ 7:14. 2 സാമുവേൽ 7:14. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. 2 കൊരിന്തോസ് 6:18. 2 കൊരിന്തോസ് 6:18. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത് ആത്മാവിൽ വ്യാപരിക്കുമ്പോഴാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ മാത്രമേ
ഇങ്ങനെ ഒരു അഭിസംബോധനയും അതിനനുസൃതമായൊരു ജീവിത ശൈലി ഉണ്ടാവുകയുള്ളൂ. ഗലാത്യ 5:25. ഗലാത്യ 5:25. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. റോമ 8:5. റോമ 8:5. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇത് പറയുന്നത് ഈശോ ഇടപെടുന്ന വ്യക്തികളിലുള്ള ആ അരൂപികളെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് 18-ാം വചനത്തിൽ, യോഹന്നാൻ 5:18 ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കാണാൻ സാധിക്കുക. അതൊന്ന് വായിക്കാം. യോഹന്നാൻ 5:18. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇവരിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ്? ഗലാത്യ 5:26 അരൂപിയാണ്. ഗലാത്യ 5:26. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. 1 കൊറിന്തോസ് 3:3. 1 കൊറിന്തോസ് 3:3. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ആത്മാവിൽ വ്യാപരിക്കുന്നവർ ആബാ പിതാവേ എന്ന് വിളിച്ച് ആ ഗാഢമായ ബന്ധത്തിൽ വളരെ ഒരു ആത്മീയ ബന്ധം മനുഷ്യരോടും ദൈവത്തോടും എല്ലാം കാണിക്കുന്നു. പക്ഷെ ഇവിടെയോ ഇങ്ങനെ പ്രകോപിക്കുകയും അസൂയപ്പെടുകയും തർക്കിക്കുകയും ചെയ്യുക, എന്നിട്ട് ആത്മാവിൽ ജീവിക്കുന്നവരെ ആ തലത്തിലേക്ക് വലിപ്പിക്കാനും ഒരു ശ്രമം ഉണ്ടായിരിക്കും. അതാണ് ജ്ഞാനം 2:19 കാണാൻ സാധിക്കുന്നത്. ജ്ഞാനം 2:19. നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. ഈശോ പീഡിപ്പിക്കപ്പെട്ടത് അവിടുത്തെ ഈ ഒരു പഠനത്തിൻ്റെ ഫലമായി എന്നാണ്. അത് നമുക്ക് യോഹന്നാൻ 10:33 വായിക്കാൻ സാധിക്കും. യോഹന്നാൻ 10:33. യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. അവര് കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഇവരുടെ ഈ ജഡത്തിൻ്റെ വ്യാപാരത്തിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികളുണ്ട്. വചനത്തെ അതെടുത്ത് ദൈവത്തെ തന്നെ അവർ വധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ വചനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആരും അവരെ തെറ്റു പറയില്ല. അതെവിടെയാ? സംഖ്യയുടെ പുസ്തകം 15:32 മുതൽ 35 വരെയുള്ള വചനം. സംഖ്യ 15:32 മുതൽ 35 വരെ. സാബത്ത് ലംഘനം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാബത്ത് നാളിൽ വിറക് ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിന്റെ മുമ്പിൽ മോശയുടെയും അഹ്റോന്റെയും അടുത്ത് കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വെച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. ലേവ്യർ 24:14. ലേവ്യർ 24:14. ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവന്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. നമുക്ക് ദൈവകൃപയാൽ ആത്മാവിൽ വ്യാപരിക്കാം. പ്രൈസ് ദ ലോർഡ്.